കാലം തെളിയിച്ച സത്യം, കറകളഞ്ഞ പരിശുദ്ധി. ഡാബർ പുതിൻഹാര ആശ്വാസം നൽകും ഉടനടി. പിയാജിയോ ആപ്പെ, കൂടുതൽ അഭിമാനം, ഏറ്റവും കുറഞ്ഞ വില. നികുതി കുടിശ്ശിക നിവാരണ പദ്ധതി 2008, വാണിജ്യ നികുതി കാര്യാലയം. LG Dynamite 195. വോഡഫോൺ. ജൂനിയർ ഹോർലിക്സ്. ദീപം ദീപം ദീപം. ഡൽഹിയിൽ കർണൻ സാറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നൊരു സംഭവമുണ്ട്. കറുത്തതും വെളുത്തതുമായ മാർഗങ്ങളിൽ കൂടി കാശ് വാരുന്നവരുടെ മുൻനിരയിലേക്ക് കർണൻ എന്ന ചെറുപ്പക്കാരൻ മദ്രാസിയുടെ വരവ് അവിടെ ആർക്കും സുഖിക്കുന്ന കാര്യമല്ലല്ലോ. ഒരു പത്രം കർണന് മാത്രം പോയിന്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി. അതിന്റെ ബലത്തിലാണെന്ന് വേണം പറയാൻ. ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രത്യേക ഇൻട്രസ്റ്റിൽ ഒറ്റയടിക്ക് കർണന്റെ ഓഫീസുകളിലും ഗോഡൌണുകളിലും കനത്ത റെയ്ഡ് നടന്നു. പല തരത്തിലായിട്ട് 500ഓളം കോടി രൂപയുടെ ക്രമക്കേടുകളാ അന്ന് കണ്ടുപിടിച്ചത്. സാർ ഒളിവിൽ പോയി. കർണന്റെ പതനം പത്രങ്ങൾ കാത്തിരുന്നു. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ കേന്ദ്രമന്ത്രി നേരിട്ടെത്തി കേസ് കോംപ്രമൈസ് ആക്കി. എന്താണ് കാരണം? എത്ര വലിയ ആദർശവാദിയായാലും മന്ത്രി കസേരയുടെ സുഖം പിടിച്ചുപോയാ അതിൽ നിന്ന് ഇറങ്ങാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കേസ് ഒതുക്കിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം തെറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു. അതാ കർണൻ എന്ന മനുഷ്യന്റെ വിൽ പവർ. മന്ത്രിക്ക് കീഴടങ്ങേണ്ടി വന്നു. CI മാധവൻ അത് വെച്ച് നോക്കുമ്പോ കർണൻ സാറിന് ഒരു പ്രശ്നമേ അല്ല. ഭദ്രന്റെ മനസ്സിൽ CI മാധവനോടുള്ള സ്നേഹം അറിഞ്ഞിട്ട് തന്നെയാ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ കർണൻ സാർ ധർമ്മസങ്കടത്തിലിരിക്കുന്നത്. ഏറിയാൽ 1-2 ദിവസം അതിനുള്ളിൽ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോ ഭദ്രന്റെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറും. തീർച്ചയായും. ശ്രീധരേട്ടാ, എന്ത് പോക്കായത് ശ്രീധരേട്ടാ. മാളുന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, സുഖമായില്ലേ? അതെ. ആശുപത്രിയിലേക്കൊന്ന് വരണമെന്നുണ്ടായിരുന്നു, പിന്നെ വരാത്തത് മനഃപൂർവ്വ. നിങ്ങൾക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. കാശ് ഒരുപാട് ചെലവായി അല്ലേ? കയ്യിലുണ്ടെങ്കിൽ ചെലവാക്കാൻ എന്താ? ഇല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ ശ്രീധരേട്ടൻ വല്ലാതങ്ങ് കഷ്ടപ്പെട്ടു പോയനെ. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വളരെ കഷ്ടപ്പെട്ട് തന്നെയാ ഈശ്വരനെ പോലെ ഒരാൾ തന്ന കാശുണ്ട്. എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു രൂപമില്ല. അത് ശരി, ഇത് നിങ്ങളുടെ സ്ഥിര ഏർപ്പാടല്ലേ? എന്ത്? അല്ല, വാങ്ങിച്ച തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്. ഗോപാലിന്റെ കാശിന്റെ കാര്യം എന്തായി? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വാങ്ങിച്ച കാശ് തന്റെ സൗകര്യത്തിന് തിരിച്ചു കൊടുത്താ പോരാ, പറഞ്ഞ സമയത്ത് കൊടുത്തിരിക്കണം. പണത്തിന്റെ ഇടപാട് നമ്മൾ തമ്മിലല്ലോ. അല്ല, ഗോപാലിനോട് ഞാൻ വാങ്ങിച്ച കാശിന്റെ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. അതിലിനി ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. അങ്ങനെ അങ്ങ് പോവല്ലേ. ഗോപാലൻ നിങ്ങളെ ഏൽപ്പിച്ച കാശ് എന്റേതാ. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ചോദിച്ചാലും സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ തമ്മിൽ പല ഇടപാടും കാണും. അതിനൊക്കെ സമാധാനം പറയാനല്ല എന്റെ പണി. മാറിക്ക്. കൂടുതൽ സാമർഥ്യമൊന്നും കാണിക്കണ്ട. CI മാധവൻ പറഞ്ഞ സമയത്തിനുള്ളിൽ പണം അവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ കൂടുതൽ സംസാരമൊന്നും ഉണ്ടാവില്ല. തന്നെയും തന്റെ പെൺമക്കളെയും പൊക്കിയെടുത്ത് ഞാനങ്ങ് കൊണ്ടുപോകും. മുതലും പലിശയും ഈടാക്കിയിട്ട് പിന്നെ ശ്രീധര കൈമളിന്റെ കുടുംബം പുറലോകം കാണും. ബോംബെയിലെ ചുവന്ന തെരുവിലെ ബാൽക്കണിയിൽ നിന്ന് ഇടപാടുകാരെ കൈതട്ടി വിളിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം പെൺമക്കളെ കാണണ്ടായെന്നുണ്ടെങ്കിൽ കർണം പറഞ്ഞതുപോലെ നടന്നിരിക്കണം.
ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. ഒന്ന് ഊതിക്കാം. ഒന്നൂടെ ഊതിക്കാം. ഒന്നൂടെ. കോൾഗേറ്റ് മാക്സ് ഫ്രഷിലുണ്ട് ആയിരക്കണക്കിന് കൂളിംഗ് ക്രിസ്റ്റൽസ്. അവ ഓരോ ശ്വാസത്തിലും ഉണർത്തും മാക്സ് ഉന്മേഷം. എല്ലാവർക്കും മാക്സ് ഫലം. കോൾഗേറ്റ് മാക്സ് ഫ്രഷ്, മാക്സ് ഉന്മേഷം, മാക്സ് ഫലം. കോൾഗേറ്റ്, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. പാർലെ ക്രാക്ക് ജാക്കിന്റെ ഭാരിച്ച ഓഫർ. വേഗം വാങ്ങട്ടെ. ടാറ്റാ സ്കൈ സൗത്ത് സ്റ്റാർട്ടർ പാക്ക് പ്രതിമാസം 175 രൂപയ്ക്ക്. ഇപ്പോൾ വാങ്ങിയാൽ 1000 രൂപ ചിലവുള്ള ഇൻസ്റ്റാളേഷൻ സൗജന്യം. ടാറ്റാ സ്കൈ, ഇതുറപ്പിച്ചാൽ ജീവിതം ജിങ്കാലാല. മേലെ നോക്ക്, പുതിയ ഹെൻകോ. ജർമ്മൻ ടെക്നോളജിയാൽ നിർമ്മിച്ച പുതിയ ഹെൻകോയുടെ ശക്തി നിങ്ങളെ കാണിക്കാമെന്നതാണ്. ഒട്ടിപ്പിടിച്ച കഠിനമായ കറ ഏതായാലും കൊണ്ടുവന്നോളൂ. ഗ്രീസ് കറിയോ അച്ചാറോ അതുമാത്രമല്ല, ഇഴകൾക്കിടയിൽ ആഴത്തിലിറങ്ങിയ മാമ്പഴ ജ്യൂസ് പോലും ഇപ്പോൾ സ്വയം കണ്ടോളൂ. എല്ലാ കറിയും പോയി. എത്ര വൃത്തിയായിരിക്കുന്നു. ഹെൻകോ സ്റ്റെയിൻ ചാമ്പ്യൻ. കറകൾക്ക് ദി എൻഡ്. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. ഞാൻ നന്ദനെ കാത്തിരിക്കുകയായിരുന്നു. വാ. അഞ്ജലി എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടാ. നന്ദൻ ഇരിക്കെ, എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. അഞ്ജലി, നന്ദൻ ഒരു ചായ വേണം. ആണുങ്ങൾക്ക് വാക്കും പെണ്ണുങ്ങൾക്ക് കണ്ണീരും അലങ്കാരമാണെന്നോ ആയുധമാണെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, ആണായാലും പെണ്ണായാലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. അതാണ് എന്റെ അഭിപ്രായം. നന്ദൻ എന്ന് പറയുന്നത് ശരിയാണ്. അഞ്ജലിയെ ഇഷ്ടമായെന്നും കല്യാണം ഉടനെ നടത്താമെന്നും ഒക്കെ നന്ദനും വീട്ടിലുള്ളവരും പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിട്ടാ നമ്മൾ വിവാഹ നിശ്ചയം നടത്തിയത്, അല്ലേ? അതെ. ജീവിതമാവുമ്പോ ഓർക്കാപ്പുറത്ത് പല അനിഷ്ട സംഭവങ്ങളും നടന്നു എന്ന് വരും. അതിന്റെ സത്യം എന്താണെന്നറിയാതെ പറഞ്ഞ വാക്ക് മാറ്റിക്കളയാമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? അത് നടന്ന സംഭവത്തിന്റെ സ്വഭാവം പോലെ ഇരിക്കും. താലി കെട്ടുന്നതിന് മുമ്പ് ചെന്ന് കയറാൻ പറ്റാത്ത കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞ വാക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. ഇവിടെ എന്ത് സംഭവിച്ചു എന്നാ നന്ദനി പറയുന്നത്? ആരോ ഒറ്റ കൊടുത്തതുപോലെ പോലീസ് വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് കുറച്ച് പണം കണ്ടെടുത്തു. ആ ക്യാഷ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും പോലീസിന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദിത്യനെ പെടുത്താൻ വേണ്ടിട്ട് ആരെങ്കിലും കരുതി വെച്ച ഒരു ട്രാപ്പ് ആണെങ്കിലോ? ആദിത്യന് ഈ കേസിൽ നിരപരാധിയാണ്, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത് തെളിയിച്ചിരിക്കും. ആദിത്യ നിരപരാധിയായിരിക്കാം, പക്ഷേ ഇന്നൊട്ടും പ്രതീക്ഷിക്കാതെ കുറെ പണം ഈ വീട്ടിൽ വന്നു. നാളെ ഓർക്കാപ്പുറത്തൊരാള് വന്ന് ഞാൻ അഞ്ജലിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ തെളിയാൻ ഞാൻ കാത്തിരിക്കണോ? നന്ദൻ അഞ്ജലിയുടെ പ്രതിശ്രുത വരനായതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ കാര്യം ഇത്രയും നേരം സംസാരിച്ചത്. എന്റെ ഒരു രീതി അനുസരിച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അതനുസരിപ്പിക്കാൻ ഞാൻ ഒരുപാടൊന്നും പറയാറില്ല. എന്തൊക്കെയാ പറയുന്നേ? കാരണം